ഹായ് ഓടി വാ ചക്കരേ. അച്ഛനെ ഒരു സ്ഥലത്ത് പോയതാ. ഒക്കെ ഉണ്ടോ അച്ഛനെ? സാധനം ഇറക്കട്ടെ, സാധനം ഇറക്കട്ടെ പ്ലീസ്. സിദ്ധു, ഇതെന്താ ചാക്കിട്ടൊക്കെ ആയിട്ട്? ഓ എന്റെ അമ്മായി ഒന്നും പറയണ്ട, എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയതാ. നീ പറവൂർ പോണെന്നല്ലേ പറഞ്ഞത്? അതെ, പറവൂരുള്ള ഫ്രണ്ട്. അവന്റെ അടുത്തേ കുറച്ച് കാശ് ഞാൻ കുറച്ച് നാക്കുമ്പോ കടം കൊടുത്തിരുന്നു, ഒരു 19,000 രൂപ. വിളിച്ചാ ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല, ഒന്നുമില്ല. നേരിട്ട് പോയി ചോദിച്ചു, അപ്പൊ ദാരിദ്ര്യം പറിച്ചത്. ഞാൻ അവനോട് പറഞ്ഞു, മിനിമം ഫോൺ വിളിച്ചാലെങ്കിലും ഫോൺ എടുക്കാനുള്ള മര്യാദ കാണിക്കണം. എന്തായി പോയിട്ട്? പൈസ കിട്ടിയാ? പൈസ കിട്ടിയില്ല, അടുത്ത മാസം തരാന്ന് പറഞ്ഞു. അടുത്ത മാസം? എന്താ ചാക്കില്? ആ ചാക്കിന്റെ കഥ. കാശ് തരാനുള്ള ഫ്രണ്ടിനെ കണ്ടിട്ട് പറവൂർ ജംഗ്ഷനിൽ വന്നപ്പോഴേക്കും ഞാൻ എന്റെ പഴയ ഒരു ബഡിനെ കണ്ടു. അവൻ അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തുക. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കേറിട്ട് പോടാന്ന്. അപ്പൊ കേറുമ്പോ വെറും കയ്യിൽ ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങുന്ന മോശമല്ലേന്ന് ഓർത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. ആ ചെറുപയർ, മല്ലിപ്പൊടി, മുളക് പൊടി, പരിപ്പ്, പിന്നെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ. അയ്യോ, ഈ വക സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഉണ്ടായിരുന്നല്ലോ. അതിനിപ്പോ എന്താ, അത് കഴിയുമ്പോ ഇതെടുക്കാമല്ലോ. സിദ്ധുവെ, 10-15 ദിവസത്തേക്കുള്ള സാധനം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല അമ്മായി, 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാമല്ലോ. ചിന്തിക്ക്. അതെ, ഞാനേ പായസത്തിന്റെ കൂട്ട് മേടിച്ചിട്ടുണ്ട്. നമുക്ക് കനകാന്റി കൊണ്ടൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിക്കാം. എല്ലാം കൂടെ ത്രിവയായി. 10,500 ആയാലടി. ചേട്ടാ ഒട്ടൊക്കെ എത്ര? 1000 ആയുള്ളൂ. സിമ്പിൾ. 1000 രൂപയാ? അപ്പൊ നീ പറവൂരിന്ന് ഓട്ടെ വിളിച്ചോണ്ടാണോ വന്നേ? പിന്നെ ഞാനിത് തലയിൽ വെച്ചോണ്ട് പറവൂർന്ന് ഇങ്ങോട്ട് വരൂ. എന്താടി ഇത്? ഓട്ടയ്ക്ക് 1000 രൂപ. അപ്പൊ എല്ലാം കൂടെ നോക്കിയാൽ നല്ല ലാഭം തന്നെ. അല്ല, അമ്മ ഇത് അങ്ങോട്ട് പറഞ്ഞതാ? ഞാൻ കളമശ്ശേരി വരെ പോണു. കളമശ്ശേരിക്കാ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ചേട്ടാ പോകുന്ന വഴിക്ക് കളമശ്ശേരിയിൽ അമ്മേനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ? അത് വേണ്ട സിദ്ധു, ഞാൻ ബസ്സിൽ പൊക്കോളാം. എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ ബസ്സിൽ കയറി പോകുന്നത്? ഓട്ടോ കിടക്കുമല്ലേ. ചേട്ടാ 1500 രൂപയുണ്ട്, ബാക്കി ചേട്ടൻ വെച്ചോ. കയറിക്കോ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാമേ. ഇത് പോയിട്ട് വരാം. ഓക്കെ മൈ. ബൈ. കനേന്റെ അടുത്ത് പോയി പറയാം പായസത്തിന്റെ. പോയി അവൻ കോളേജിലേക്കാന്ന് പറഞ്ഞ പോയത്. കോളേജിൽ പോയോ? ഞാൻ എന്തെങ്കിലും ബൈക്കിനകത്തെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കണ്ട, അതിപ്പോ തീർന്നു കാണും. അവൻ തീർക്കട്ടെ, അവൻ കൊച്ചു പയ്യനല്ലേ, അടിച്ച് പൊളിക്കട്ടെ. അടിച്ചു പൊളി കുറച്ച് കൂടുതലാ. വണ്ടിയില് പെട്രോൾ ഉണ്ടെങ്കിൽ പിന്നെ ചെറുക്കനുണ്ടല്ലോ ഇവിടെ മൊത്തം കിടന്നങ്ങ് കറങ്ങി നടക്കും. ഇറങ്ങട്ടെ. എന്നാലും സിദ്ധുവേ, ഓ ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും കാശൊക്കെ കൊടുത്ത് ഇത്രയും സാധനങ്ങൾ മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കാര്യമുണ്ട്. അല്ല, ആ കാശിന് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു? വേറെ എന്ത് ചെയ്യാനടി? സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണ്ടേ? വീട്ടു സാധനങ്ങളല്ലേ. യാത്രയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുട്ടപ്പനായി ഡ്രസ്സൊക്കെ മാറി ഫോൺ നോക്കി അങ്ങ് ഇരുന്നാ മതിയല്ലോ. എന്താ ലൈഫ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ മേടിച്ച സാധനം എല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി ടിന്നിട്ട് വെക്കാം. വെച്ചൂസം എന്നെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അമ്മുമ്മയും കനകാന്റി ഇതേ അടുക്കളയുടെ ഏരിയയിൽ പിന്നെ കാണാൻ പാടില്ല. പറ്റുമോ? ഞാൻ ചുമ്മാ ചൊറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ. സിദ്ധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? യെസ്. നീ നിന്റെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ കടം കൊടുത്ത പൈസ എല്ലാം കൂടെ ചേർത്ത് ഒരു 6-7 ലക്ഷം രൂപ കാണൂല്ലോ. 6-7 ലക്ഷം രൂപ കാണണം. ആ പൈസക്ക് ഒരുമിച്ച് കിട്ടുമായിരുന്നെങ്കിലേ നമ്മൾ മേടിച്ച സ്ഥലത്ത് ആ ബേസ്മെന്റ് കെട്ടാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. അത് നടക്കത്തില്ലല്ലേ ചൂസേ. നമ്മൾ ഈ കൊടുത്ത പൈസയൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ഒരുമിച്ച് കിട്ടാൻ പോണില്ല. കിട്ടി വരുമ്പോ തന്നെ ലേറ്റ് ആവും. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പം കുറച്ച് ബാങ്ക് ലോണും എടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണവും പണയം വെച്ചിട്ട് നമുക്ക് വീട് പണി സെറ്റ് ആയിട്ട് തീർക്കാം. നല്ലൊരു ഐഡിയ ആണ്. മോനെ, മോൻ മേടിച്ചോണ്ടുവന്ന സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളാ. പക്ഷേ അത്രയും മേടിച്ചോണ്ട് വരണ്ടായിരുന്നു. നല്ല സാധനങ്ങളല്ലേ? എന്റെ കൂട്ടുകാരുടെ സൂപ്പർ മാർക്കറ്റ് കേട്ടോ. നമുക്ക് ഇനി എല്ലാ പ്രാവശ്യം അവിടെ സാധനം എടുക്കാം. അത് മതി. പിന്നല്ല, എന്റെ അമ്മൂമ്മ പറൂരിന്ന് വണ്ടി വിളിച്ച് സാധനം ഇവിടെ വരെ എത്തിച്ചതിന് എന്നെ ഇപ്പൊ 1000 രൂപയായി. അയ്യോ, എന്നാ വേണ്ട. അതിനിപ്പോ എന്താ? നോ വറീസ്. അത് വേണ്ട. പിന്നെ പടവലത്ത് പോകുമ്പോഴേ കുറച്ച് പച്ചക്കറിയും തേങ്ങായും ഒക്കെ എടുത്തോണ്ട് വരണം. പിന്നെ അവിടെ കൊല വിളഞ്ഞ് നിൽക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3-4 എണ്ണം വെട്ടിക്കൊണ്ട് വരണം. ബാക്കി നമുക്ക് അവിടെ കൊടുത്ത് കാശ് മേടിക്കാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം അമ്മൂമ്മ,
നോക്കേ ഒരു വണ്ടി എടുത്തൊരു ട്രിപ്പ് തന്നെ അങ്ങോട്ട് പ്ലാൻ ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ കേശു നോക്കിക്കോളും. ഇവിടുന്ന് വണ്ടിയും വിളിച്ച് പടവലത്ത് പോയി അവിടുന്ന് സാധനം എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും തന്നെ ഒരു 3000-4000 രൂപയാവും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ അവിടെ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടൻ ഉണ്ടല്ലോ, ആ ചേട്ടനെ വിളിച്ച് സാധനങ്ങൾ ഇവിടെ എത്തിക്കുവാണെങ്കിൽ 300-400 രൂപ കാര്യം കഴിയും. സിധു നാരങ്ങ വെള്ളം. താങ്ക് യു ആന്റി. ആന്റിയുടെ സ്പെഷ്യൽ പൊടിക്കൈയൊക്കെ കാണുമല്ലോ. ஆமா சித்து நீ வாங்கிட்டு வந்த பொருள் எல்லாம் இருக்குல்ல அதுல எல்லாமே இருக்கு ஆனா வெளிச்செண்ணெய் மட்டும் இல்ல. വെളിച്ചെണ്ണ മാത്രമല്ലേ ഇല്ലാവുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 5 ലിറ്റർ വാങ്ങി സ്റ്റോക്ക് ചെയ്തേക്കാം. 5 ലിറ്റർ വെളിച്ചെണ്ണയാ? അല്ല, സാധനങ്ങൾ മേടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ വലിച്ചു വാരി ഉപയോഗിക്കാതിരുന്നാ മതി. ഉപയോഗിക്കുന്ന ഇവിടെ ഉള്ളവർക്ക് വേണ്ടി തന്നെയാ. ഓ, നീ പറഞ്ഞതിന്റെ പൊരുളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനേ പടവലത്ത് ഇഷ്ടം പോലെ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാ. പക്ഷെ ഇവിടെ ഞാൻ ചുരുക്കിയാ ഉപയോഗിക്കുന്നത്. അമ്മൂമ്മ ലെച്ചൂസി ഉമ്മ വായത്തോന്നൊക്കെ വിളിച്ചു പറയുന്നത് അമ്മൂമ്മ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞതേ ഉള്ളൂ. ആഹാ, എന്റെ സിസ്റ്റർ വിളിക്കുന്നുണ്ടല്ലോ, നിന്റെ നാത്തൂൻ. പറയടി. ആ, ഞാൻ ഇവിടെ പാറവടെ വീട്ടില്. എന്താ എന്നിട്ട്? ഓ അല്ല, കറക്റ്റ് കാര്യം പറഞ്ഞേ. ആ കോള് കണ്ടിട്ട് എന്തോ ആവശ്യം പറഞ്ഞുള്ള വിളിയാണല്ലോ. என்ன லெச்சு இது? அவனுக்கு ஒரு தங்க தானே இருக்கு. அவ எதா இருந்ததுன்னா அவன்கிட்ட தானே சொல்லுவான். அதுக்கு இப்படி எல்லாம் சொல்லலாமா? ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. വരീത്തെ വിളിക്കുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതെന്തോ ആവശ്യം പറഞ്ഞാണ് വിളിക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നാരങ്ങളെ ബാക്കി ഇരിപ്പുണ്ടോ? இருக்கு, எடுத்துட்டு வரட்டா? എന്താ എന്താ? അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. അതെ, ചോനറത്തല ഭവാനി. ചോനർത്തല ഭവാനിക്ക് എന്താ? എന്റെ കെട്ടിയോ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മര്യാദയ്ക്ക് സൂക്ഷിച്ചു ഉപയോഗിച്ചോളൂ. സൗകര്യമില്ലടി. ഓ ഓ, എവരുടെ ഭർത്താവ് ഏതാണ്ട് ഒരു സാധനം കുറച്ച് മേടിച്ചോണ്ട് തന്നപ്പോഴത്തേന് അയ്യോ അത് ഉപയോഗിക്കരുതേ ഇത് ഉപയോഗിക്കരുതേ. എന്റെ മൂപ്പിന്നേ എനിക്ക് ഇഷ്ടം പോലെ സാധനങ്ങളോട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ അത് ഉപയോഗിച്ച് തന്നെ ഇവിടം വരെ എത്തിയത്. നീ ചോനർത്തല ഭവാനി ഉപയോഗിക്കാൻ പഠിപ്പിക്കല്ലേ കേട്ടോ. കൂടുതൽ വിഷം കെട്ട് കാണിച്ചാലേ ഞാൻ എന്റെ പാട്ടിനിറങ്ങി പോകും. പോണോ? അന്ന് മര്യാദക്ക് മിണ്ടായിരുന്നു. എന്റെ സൗകര്യം പോലെ ഞാൻ ഉപയോഗിക്കും. ഉപയോഗിച്ചു. ആ, മിണ്ടരുത് കേട്ടോ. അവൻ ഇവിടെ ഉള്ളോണ്ടാ ഞാൻ ഒന്നും മിണ്ടാത്ത കേട്ടോ. അയ്യോ, അല്ലെങ്കിൽ മിണ്ടാത്ത ഒരാള്. ആ, അല്ലെങ്കിൽ ഞാൻ മിണ്ടിയേ. അടുത്ത ജന്മത്തില് വേണ്ട.